നമ്മൾ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ്? സാധാരണ സർക്കാരിനെതിരെ എന്തെങ്കിലും വിഷയം ഉയർത്തി യൂത്ത് കോൺഗ്രസോ ഡിവൈഎഫ്ഐയോ ഏത് യുവജന സംഘടനയോ പ്രസ്ഥാനങ്ങളോ സമരം സംഘടിപ്പിക്കുകയാണെങ്കിൽ ആ സമരം നടത്തുന്ന സ്ഥലത്തേക്ക് വരികയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും സ്വാഭാവികമായി പോലീസ് തടയുകയും ചെയ്യും. അതിന്റെ പ്രതിഷേധം അവിടെ നടക്കും. ശക്തമായ പോലീസുമായി വന്ന കുന്തും തള്ളുമോ ലാത്തി ചാർജിലൊക്കെ ചില സമരങ്ങളിൽ പ്രകോപനങ്ങളൊക്കെ ഉണ്ടാറുണ്ട്. പക്ഷേ ഇത് അതിരാവിലെ തന്നെ പെട്ടെന്ന് പ്രകോപനം സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് മുന്നിലേക്ക് ഓടിക്കയറുകയാണ്. നമ്മളൊക്കെ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഓടിക്കയറുന്നു. ഇവിടെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി 3 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരെ തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി. തടയുന്നതിനുള്ള ശ്രമം നടത്തിയപ്പോൾ ഈ ഗേറ്റ് ചാടി കടന്ന് ആദ്യം ഗേറ്റിലേക്ക് പിടിച്ച് തള്ളുന്നു. അതിനുശേഷം 3 പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് അതിനെ തടയാനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ അപ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് അടിച്ച് തകർക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ പോലീസ് വാനിലേക്ക് കയറ്റുന്ന പോലീസ് വാനിന് ചുറ്റും നിന്ന് അടിക്കുന്ന രംഗങ്ങളാണ് ഈ നിമിഷം കാണുന്നത്. വല്ലാത്ത രീതിയിൽ പ്രകോപനം. ഡ്രൈവറെ വലിച്ച് താഴെ ഇറക്കാൻ ശ്രമം നടത്തുന്നു. പോലീസ് വാനിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കിടക്കുന്നു. അങ്ങനെ ഏതെല്ലാം തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ കഴിയുമോ പോലീസ് പരമാവധി സംയമനം പാലിച്ചിട്ട് പോലും അറസ്റ്റിന് വഴങ്ങുന്നില്ല. മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുന്നു. മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കുള്ളിൽ കയറി റീത്ത് വയ്ക്കുന്നു. ഈ അക്രമം മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള നേമം സജീറിന്റെ നേതൃത്വത്തിലാണ് ഈ അക്രമ സമരം മുഴുവൻ നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി മുന്നോട്ട് പോകുന്ന വ്യാനിനെ തടുത്ത് റോഡിൽ തടുത്തിട്ട് അവിടെ പ്രതിഷേധിക്കുന്ന രംഗങ്ങളാണ് ഈ നിമിഷം കാണുന്നത്.